പറയട്ടെ, ഞങ്ങളെ പട്ടി ഓടിച്ചു കഴിച്ച് ഞങ്ങൾക്ക് പണി കിട്ടി. അങ്ങനെ സിക്കിമിലെ രണ്ടാമത്തെ ദിവസത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, ഞങ്ങളെ പട്ടി ഓടിച്ചു കഴിച്ച് ഞങ്ങൾക്ക് പണി കിട്ടിയിട്ട് ഏതോ കൊടും കാട്ടിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. രാവിലെ ഫുഡൊക്കെ അടിച്ചു. അതിനുശേഷം ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയിരുന്നു. അപ്പം അവിടെ നമുക്ക് നാളെ നാദുല കവർ ചെയ്യാനുള്ള പാസ് വേണം. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഷോപ്സ് ഒന്നും തുറന്നിട്ടില്ലല്ലോ. അതായത് ഒരു 9:30 ആയിട്ടേ ഉള്ളൂ, തുറന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വരുന്ന വഴിക്ക് ഒരു പോലീസുകാരൻ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ദേ ഇതുപോലെയുള്ള തക്കട ഊക്കട ചപ്പലുകളൊന്നും ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കുക ഇവിടെ പറ്റത്തില്ല, ഇവിടെ നിയമമുണ്ട്, അങ്ങനെ ചെയ്ത് നമ്മൾ ഷൂവോ ബൂട്ടോ ക്യാൻവാസൊക്കെ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അതും ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് വന്നപ്പോഴാണ് റൂമിൻ്റെ മുകളിലേക്ക് ഒരു വഴി കിടക്കുന്ന കണ്ടു. ഞങ്ങൾ അതുവഴി കയറി വന്നപ്പോഴാണ് അതിന് മുകളിലൊരു അമ്പലമുണ്ട്. ദേ നമ്മുടെ പളനി മലയിലൊക്കെ കയറുന്നത് പോലെ നല്ല ആംബിയൻസ്, ഇവിടെ വലിയ തിരക്കുമില്ല, നല്ല ഗ്രീനറി. മോളിൽ ചെന്ന് ചിലപ്പോൾ നല്ല കാഴ്ചകൾ വല്ലതും ഉണ്ടെങ്കിൽ അറിയത്തില്ലല്ലോ. അപ്പൊ നമുക്ക് മുകളിലോട്ട് നടന്നു നോക്കാം. കുറെ സ്റ്റെപ്പ് ഉണ്ട്, കുറച്ച് കയറിയപ്പോൾ തന്നെ ക്ഷീണിച്ചു. ബാക്കി നടക്കട്ടെ, ബാക്കി കാഴ്ചകൾ മേളിൽ ചെന്ന് കാണിക്കാം. അമ്പലത്തിലേക്ക് പോകാൻ ഇനിയും മുകളിലേക്ക് സ്റ്റെപ്പ് ഉണ്ട് വേറെ. അത് വേറെ വഴി കയറി ചെല്ലണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നാളെ ഈ റൂട്ട് വഴിയാണ് വരുന്നത്, അന്നേരം ആ വഴി പോയി അന്നേരം കയറാം. നമുക്ക് മറ്റേനാൾ നാദുല പാസ് കയറാനുണ്ട്. അപ്പം ബോർഡർ ഏരിയ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് പെർമിറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പം ബൈക്കിൻ്റെ പെർമിറ്റ് എടുക്കേണ്ടത് ഇവിടുത്തെ ടൂറിസ്റ്റ് ഏജൻസി വഴിയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഗാങ്ടോക്ക് നഗരത്തിലുള്ളൊരു ഏജൻസിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഗാങ്ടോക്ക് സിറ്റി സെൻറ്ററിന് അടുത്ത് തന്നെ കുറേയധികം ഏജൻസീസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഏജൻസിക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ റെഡിയാക്കി തരും. അപ്പോൾ നമ്മൾ ഈ ഗാങ്ടോക്ക് മെയിൻ സെൻറ്ററിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കിംഗ് ലോട്ടുണ്ട്. ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർക്കിംഗ് ലോട്ടാണ്. നമ്മുടെ നാട്ടിലെ പോലെ തോന്നിയിട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർ അന്യായ ഫൈൻ അടിച്ച് ഭയങ്കര ട്രാഫിക് റെഗുലേഷൻസ് ഉള്ളൊരു സിറ്റിയാണ്. അപ്പോൾ ഇതിനടുത്ത് തന്നെ ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ഏജൻറ്റുകളുണ്ട്. ഒറിജിനൽ है मेरे पास और कॉपी नहीं है और कॉपी लेने से അപ്പോൾ നമ്മൾ നാദുലയുടെ പെർമിറ്റ് എടുക്കാൻ വേണ്ടിയാണ് വന്നത്. നമ്മൾ കുറേ അടുത്ത് പോയാൽ നമ്മുടെ ഈ MG മാർക്കറ്റ് പാർക്കിന് അടുത്ത് തന്നെ ഒരു ടൂറിസ്റ്റ് ഉണ്ട്. നമുക്കും പറയാം, ലേസർ ടൂറിസ്റ്റ് എന്നാണ് എൻ്റെ പേര്. ഇപ്പോൾ അടുത്ത് തന്നെയാണ്. നമുക്ക് ബാക്കിയടുത്ത് 1200 പറയുമ്പോൾ ഈ പുള്ളിക്കാരന് 1300 ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വന്നതാണ്. നമ്മുടെ ആധാർ കൂടെ എടുക്കില്ല കേട്ടോ. രണ്ടുപേരെയും നമ്മുടെ എന്താ പറയുന്നത് വോട്ടർ ID കാർഡ് വേണം. പിന്നെ വണ്ടിയുടെ ഒറിജിനൽ RC ബുക്കിൻ്റെ കോപ്പി വേണം. പിന്നെ വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ കോപ്പി വേണം. പുഴയുടെ കോപ്പി വേണം. ഇത്രയും കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ 2 ഫോട്ടോയാണ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കുള്ള നാദുലയ്ക്കുള്ള പെർമിറ്റ് നമ്മുടെ ഇത് തന്നെ നമ്മുടെ നാദുലയ്ക്കുള്ള പെർമിറ്റും കിട്ടും. അതുപോലെ തന്നെ പോലീസിനെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ആ നാദുല അവിടെ നാദുല മാത്രമല്ല നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് സുലൂത്ത് എന്ന് പറഞ്ഞ സിൽക്ക് റോഡുണ്ട്. ആ സിൽക്ക് റോഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ 2 സ്ഥലത്തു കൂടിയാണ് ഈ 1300 രൂപ വാങ്ങിക്കുന്നത്. അപ്പം നാദുല മാത്രം പോകണമെങ്കിൽ ഒരാൾക്ക് 200 രൂപ ആകത്തുള്ളൂ. നമ്മൾ 2 പേർക്ക് 400. പിന്നെ സുലൂക്ക് പോകുന്നതിന് 400. പിന്നെ വണ്ടിയുടെ ഇത്, പിന്നെ പുള്ളിക്കാരുടെ ഒരു ചാർജ് എല്ലാവരും ചേർത്തിട്ടാണ് 1500 പുള്ളി വാങ്ങിയത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നാദുല പാസ്സേക്കുള്ള പെർമിറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്, ബോർഡർ ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഗാങ്ടോക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ പരിസരത്ത് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ലോക്കൽ ടൂറിസ്റ്റ് ഗൈഡുകളുടെ നിന്ന് മാത്രമേ നമുക്ക് എടുക്കാനും പറ്റുള്ളൂ. നമ്മുടെ കാറിലേക്കാകുമ്പോൾ നമ്മളൊക്കെ അവിടുത്തെ സാധനം ഫ്രീ ആയിട്ട് എടുത്തിട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നു അങ്ങനെ പെർമിറ്റായി 1300 രൂപ 2 ദിവസത്തേക്ക്. കുഴപ്പമില്ല, നല്ലൊരു ഡീലാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കുറേ അങ്ങോട്ട് ഇതാണ് ഏറ്റവും കുറഞ്ഞ പൈസയായിട്ട് തോന്നിയത്. ഇത് നോക്കാം നാളെ എന്താ ചുമ്മാ തരും നോക്കിയിട്ട്. നമ്മളങ്ങനെ ഗാങ്ടോക്കിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള റോപ്പ് വെൽ എത്തിയിട്ടുണ്ട്. കാണുമ്പോൾ ഒരു പഴഞ്ച ലുക്കൊക്കെ തോന്നുന്നു, പക്ഷെ എന്താ സംഭവം എന്നറിയത്തില്ല. നാളത്തേക്ക് നോക്കാം എന്താ പരിപാടിയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീപ്പെട്ടി കൂടെ അടുക്കി വെച്ചേക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ വഴി നോക്കി പോവുകയേ ചെയ്യരുത്. നമ്മൾ സ്റ്റെപ്പിൻ്റെയും അതായത് തന്നെ ഭയങ്കര ഹൈറ്റിലൊക്കെ കൊണ്ടുവന്ന് നിർത്തും, വഴിയില്ലാത്തടത്ത് കൊണ്ടുവന്ന് നിർത്തും. ലോക്കൽസിനോട് മാത്രം ചോദിച്ചിട്ട് വേണം പോകാൻ. കാരണം എല്ലാം വളരെ അടുത്തടുത്ത് 1 കിലോമീറ്റർ 2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അബദ്ധം പറ്റി, നിങ്ങൾക്ക് അബദ്ധം പറ്റാതിരിക്കാനാണ് പറഞ്ഞത്. ഗാങ്ടോക്കിലെ റോപ്പ് വേയുടെ ഒരു ടിക്കറ്റാണിത്. മിനിമം ടിക്കറ്റ് എന്ന് പറയുന്നത് 130 ആണ്. പെർ പേഴ്സൺ 130 ആണ് മിനിമം ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് 2 വയസ്സായതുള്ളതുകൊണ്ട് കിട്ടില്ല. 3 വയസ്സിൽ താഴെ കുട്ടികൾക്ക് ടിക്കറ്റ് പ്രൈസ് ഇല്ല. നമുക്കിന്നെ മിനിമം ഏരിയ ആയിട്ടുള്ള നംചി അങ്ങനെയാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാം. കാരണം 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം വണ്ടി വരണ്ടേ, വെയിറ്റ് ചെയ്യാം. റോപ്പ് വേയിലേക്ക് കയറാൻ പോവാണ്. ആദ്യമായിട്ടാണ് നമ്മൾ റോപ്പ് വേയിൽ കയറുന്നത്. ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ ചേട്ടൻ വാതിലടയ്ക്കുന്നുണ്ട്. നമ്മുടെ KSRTC പഴയ KSRTC പിടിച്ചിരിക്കണം. ജെർക്കിങ് ഉണ്ടില്ല. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കടാ. ഇതുള്ളല്ലേ നമ്മുടെ മൂന്നാറിലൊക്കെ ഈ പരിപാടി തുടങ്ങിയ നല്ല രസമായിരുന്നല്ലേ. ട്രാഫിക് എന്നൊക്കെ ഒഴിഞ്ഞു മാറി പെട്ടെന്ന് പോയാലുള്ള സൗകര്യം. പോകുമ്പോഴത്തേക്ക് ട്രാഫിക് കൺജഷൻ, പ്രത്യേകിച്ച് നമ്മുടെ വെക്കേഷൻ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ മൂന്നാറിൽ അടിക്കാൻ പറ്റാത്തതൊക്കെ ആയിരിക്കും. അവിടെയൊക്കെ ഒരു റോപ്പ് വേ സംവിധാനമൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇവിടെ ആ ഈ ഒറ്റ വണ്ടിയെ കാണുന്നുള്ളൂ. നമ്മുടെ ടൂറിസ്റ്റുകൾ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളതെന്ന് തോന്നുന്നു. അധികം ഇവിടുത്തെ ലോക്കൽസ് ഉപയോഗിക്കുന്നത് കാണുന്നില്ല. പക്ഷെ ഇത് സംഭവം കൊള്ളാം. അത് പെട്ടെന്ന് തന്നെ നമ്മളിങ്ങോട്ട് വരാൻ തന്നെ ട്രാഫിക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടി. നല്ല ട്രാഫിക് ഉണ്ട് ഈ സമയത്തൊക്കെ. ഇന്നലെ വൈകിട്ട് ഒന്നും പറയുകയാണ്. നല്ല ഉഗ്രം ട്രാഫിക്. നല്ല എക്സ്പെൻസീവ് ആയിരിക്കാം. പക്ഷേ 130 രൂപ അപ്പ് ആൻഡ് ഡൗൺ പ്രശ്നമില്ല. 65 രൂപയല്ലേ ഉള്ളൂ. രാവിലെ വർക്കിന് പോകുന്നവർക്കുമായിട്ട് തിരിച്ചു വരാമെന്നൊരു അടുത്തത് അതിനകത്തോട്ട് കാണാം. സൂപ്പറായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമ്മുടെ ടൂറിസ്റ്റ് സ്റ്റേഷനിലൊക്കെ നന്നായിട്ട് വിസിറ്റ് ചെയ്യുകയും ചെയ്യും. അടിപൊളി സെറ്റപ്പ് ആയിരിക്കും. പിന്നെ തലകറക്കവും ഹൈറ്റ് കാണുമ്പോൾ പേടിയുള്ളവരൊന്നും ഇതിനകത്തോട്ട് വരരുത്. അവർക്ക് പറ്റിയതല്ല. നല്ല പേടി വന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പേടി വന്നു. അതുകൊണ്ട് അങ്ങനെ ഉയരത്തേക്ക് പേടിയുള്ളവർ ഈ പരിസരത്തേക്ക് വരികയേ ചെയ്യരുത്. ഗാങ്ടോക്കിന്റെ MG മാളിന് അടുത്ത് തന്നെ ഒരു റോപ്പ് സ്റ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കയറാം. അല്ലെങ്കിൽ ഗൂഗിളിൽ ഗാങ്ടോക്ക് റോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ അപ്പുറത്തുള്ളതായിരിക്കും കാണിക്കുന്നത്. ഏത് സ്ഥലത്തായാലും നമുക്ക് കുഴപ്പമില്ല, പോയിട്ട് വരാമെന്ന്. പിന്നെ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ടൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ തന്നെ അതിനെ തിരിച്ചു പോവാണ് ചെയ്യുന്നത്. ഒരു സൈഡിൽ ഗാങ്ടോക്ക് സിറ്റി, മറു സൈഡിൽ സിക്കിമിന്റെ വന്യമായ കാടുകൾ. അതാണ് ഈ റോപ്പ് വേയുടെ അടിപൊളി സീനറി. റീലായിരിക്കും. അങ്ങോട്ടും 5 മിനിറ്റ് ഇങ്ങോട്ടും തികച്ചെടുത്തിട്ടില്ല നമ്മുടെ റോപ്പ് വേ പോയിട്ട് വരാനായിട്ട്. അപ്പോൾ ഒരിക്കലും റോപ്പ് വേയിൽ കയറാത്ത ഇങ്ങനൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ ബെസ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല ആ ഗാങ്ടോക്ക് സിറ്റിയുടെ ഒരു ഏരിയൽ വ്യൂ, ആ ട്രാഫിക്കിൻ്റെ ഒരു ഏരിയൽ വ്യൂ കിട്ടാൻ അടിപൊളിയാണ്. ടോപ്പിൽ നിന്നുള്ള വ്യൂക്ക് എപ്പോഴും പ്രത്യേകത നല്ല ഇടലൻ വ്യൂ ആയിരിക്കും പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ വ്യൂക്ക് ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഈ സ്ഥലമാണ് ഈ ഗാങ്ടോക്ക് റോപ്പ് വേ എന്ന് പറയുന്നത്. പക്ഷേ സംഭവം ഒരു പഴഞ്ച സാധനം. ആകെ 2 എണ്ണം ഉണ്ട്. ഒന്ന് മുകളിലോട്ട് ഒന്ന് താഴ്ത്തു വേണ്ടി പോകാൻ മാത്രം. അല്ല വലിയ സംഭവമായിട്ടൊന്നുമില്ല. നമ്മുടെ ജമ്മു കാശ്മീരിലെ ഗോണ്ടോള റൈഡ്സ് അതുപോലെ രസമായിട്ടുള്ളതൊന്നുമല്ല. പക്ഷേ എന്നാലും ഒരു മെമ്മറബിൾ ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഗാങ്ടോക്ക് റോപ്പ് വേ എന്ന് പറയുന്നത്. നിങ്ങൾ ഗാങ്ടോക്കിനുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. ജസ്റ്റ് 230 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടുപേരും ട്രൈ ചെയ്ത് കൂടെ കേട്ടോ. സൂപ്പർ ആയിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ജമ്മുവിലൊന്നും പോയി. പക്ഷേ
ക്ലീനസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റാണ് സിക്കിം എന്ന് പറയുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തിയാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് ശരിക്കും മനസ്സിലായില്ലേ, നമ്മുടെ ന്യൂ ജൽപായ്ഗുരി ഒരു രക്ഷയില്ലാത്ത സിറ്റി, ഒരു വൃത്തിയില്ലാത്ത സിറ്റിയായിരുന്നു. പക്ഷേ അവിടുന്ന് സിക്കിമിലോട്ട് വന്നപ്പോഴത്തേക്ക് തന്നെ ആ ഒരു കൾച്ചർ മാറുന്നുണ്ടാവുക. നല്ല വൃത്തിയുള്ള സ്റ്റേറ്റുകൾ, നടക്കാൻ പറ്റിയ നല്ല രസമുണ്ട് കാണാൻ തന്നെ. അവരെ സ്റ്റേറ്റ്സൊക്കെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് കാണാൻ വളരെ രസമാണ്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഗാങ്ടോക്ക് സിറ്റിയും നമ്മുടെ സിക്കിം സ്റ്റേറ്റൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്തടുത്ത കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ അടുത്തൊരു സ്കൈ വാക്ക് പോലെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. റോഡിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ക്രോസ് ചെയ്യാനുള്ള സംവിധാനമാണ്. ജസ്റ്റ് നമുക്ക് നോക്കാം. നമ്മുടെ കോട്ടയത്തൊക്കെ ഇങ്ങനെ പണിഞ്ഞിട്ടേക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ അതൊന്നും വർക്ക് ചെയ്യാനല്ലോ. നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, കണ്ടു നോക്കാം. കാണാൻ രസമുണ്ട്, നല്ല ഓർഗനൈസ് ചെയ്തിരിക്കും. അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാലുള്ള ഗാങ്ടോക്ക് സിറ്റിയിലെ ട്രാഫിക്കും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ രസമാണ്. ഇവിടെ എന്താ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗാങ്ടോക്ക് സിറ്റിയുടെ റോപ്പ് വേയിലോട്ട് പോകുന്ന ഭാഗമാണ്. ബാക്കിൽ റോപ്പ് വേ ആണ്. നിങ്ങൾ ആ ഗാങ്ടോക്ക് സിറ്റിയുടെ പടമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ റോപ്പ് വേയിൽ നിന്നിട്ടുള്ള ഈ ഒരു വാക്ക് വേയുടെ പടമൊക്കെ കാണാൻ പറ്റും. നല്ല കിടിലം വ്യൂ ആണ്. സിറ്റി ട്രാഫിക് അവിടെ നിന്ന് 4 വശത്തേക്കുള്ള ആ ഒരു പാത്ത് വേ പോകുന്നത് ഇത് മാത്രമാണുള്ളത്. പക്ഷേ അത് ഓർഗനൈസ് ചെയ്യുന്ന രീതി, ആ ഒരു രീതിയാണ് ഈ ഒരു വാക്ക് വേ വ്യത്യസ്തമാക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. അത് മാത്രമല്ല കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ ഗാങ്ടോക്കിൽ നിന്നും കുറച്ച് മാറി ഒരു ഗ്രാമപ്രദേശം റുംടെക് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഗോംബെ ഉണ്ട്. ഗോംബെ എന്ന് പറഞ്ഞൊരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി. അപ്പോൾ ആ മൊണാസ്ട്രിയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം നമ്മുടെ ഗാങ്ടോക്ക് സിറ്റിയിലെ ആ തിരക്കും ആ ട്രാഫിക് കൺജഷൻ ഒഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പതുക്കെ റൈഡ് ചെയ്ത് വരുന്ന വഴിക്കാണ് ആ ഒരു ഗാങ്ടോക്ക് സിറ്റിയുടെ ആ ഒരു വ്യൂ കണ്ടത്. നല്ല അടിപൊളി വ്യൂ. ഗാങ്ടോക്ക് സിറ്റി മൊത്തം ആ കുന്നുകളിലാണ് നിൽക്കുന്നത്. അതിനനുസരിച്ച് ട്രാഫിക്കും റോഡുകളൊക്കെ വളരെ ഇടുങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഏത് വഴിയാണ് വണ്ടികൾ പോകുന്നതെന്ന് ഒരു രക്ഷയില്ല. ഗാങ്ടോക്കിലെ പോലെ തന്നെ നല്ല തിക്കും തിരക്കും പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിനെ അപേക്ഷിച്ച് എക്സ്ട്രീംലി ഓപ്പോസിറ്റാണ്. എനിക്ക് തോന്നുന്നു അധികം ആളുകളൊന്നും താമസമൊന്നുമില്ല, ചിലപ്പോൾ അതായിരിക്കും. അതുപോലെ തന്നെ റോഡിന് നല്ല വീതിയുണ്ട്, വലിയ തിരക്കുള്ള ട്രാഫിക്കൊന്നുമല്ല, അടിപൊളി റോഡായിരുന്നു. ഇതാണ് നമ്മുടെ റുംടെക് മൊണാസ്ട്രി. നമ്മുടെ ഗാങ്ടോക്കിൽ നിന്നും 27 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ റോഡ് അടിപൊളിയായതുകൊണ്ട് നമുക്ക് 1/2 മണിക്കൂറിനുള്ളിൽ വരാം. വലിയ ട്രാഫിക് ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഗോൾഡൻ സ്റ്റൂബ കൂടിയുണ്ട്. പക്ഷേ അതിനകത്ത് വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. നമുക്ക് പുറത്ത് നിന്ന് കാണാം, ഇതിനകത്ത് കയറുകയൊക്കെ ചെയ്യാം. ഇതിന് വേറെ സ്ട്രക്ചർ. അപ്പോൾ എന്തായാലും വന്നില്ലെങ്കിൽ മിസ്സായനെ. നല്ല അടിപൊളി ഫീൽ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അവിടെ ബുദ്ധിസ്റ്റുകൾ അവരുടെ പ്രാർത്ഥനകളിലും മറ്റും ഒഴിയിരിക്കുന്നതാണ്. നല്ല സെക്യൂരിറ്റി ഉണ്ട്, നല്ല സെക്യൂരിറ്റി ഡിസ്റ്റൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോംബയ്ക്ക് അകത്ത് കയറി. അകത്തെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. നല്ല നെയ്യുടെ മണം ഉണ്ടായിരുന്നു. അവരകത്ത് കുക്കിംഗ് എന്തോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗോംബ നല്ല രസമാണ്. നമ്മൾ ലഡാക്കിൽ കണ്ടതിനെക്കാട്ടി വ്യത്യസ്തമാക്കി എന്താ തന്നെ അച്ഛൻ. അപ്പോൾ നമ്മുടെ ഗോംബയ്ക്കകത്ത് നല്ല രസമാണ്. നല്ല വലിയ ബുദ്ധൻ്റെ ഒരു പ്രതിമയും അതിനകത്ത് കുറേ സെറ്റിങ്സും എന്നിട്ട് ചെറിയ ചെറിയ ഗ്ലാസ് കൂടിനകത്ത് ഒരുപാട് ഇവരുടെ ബുദ്ധൻ്റെ പ്രതിമകളും ചെറിയ ടെക്സ്റ്റുകളും അവരുടെയായിട്ടുള്ള പ്രാർത്ഥന ഗ്രന്ഥങ്ങളൊക്കെ, പിന്നെ ഓഫറിംഗ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ എന്തായാലും കാണാൻ വലിയ രസമുള്ളൊരു ഗോംബയാണ്. അവിടെ ഡ്രമ്മുള്ള അവിടെ പ്രാർത്ഥിക്കുന്ന ഡ്രമ്മുകൾ അങ്ങനെയെല്ലാം നമ്മൾ വീഡിയോസിലേക്ക് കാണുന്ന രീതിയിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ കാണാൻ പറ്റും. ഒരെണ്ണം അവിടെ പ്രാവിനെ ഓടിച്ചോണ്ടിരിക്കുവല്ലേ. എന്നാലും സംഭവം കൊള്ളാം. ഇവിടെ തന്നെ താമസിക്കുന്നവരാണ് ഇവിടെയുള്ള. സാധാരണ നമ്മൾ ലഡാക്കിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണുന്നില്ലായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അറ്റാച്ച്ഡ് ആയിട്ട്, അതായത് നമുക്കിവിടെ കാണാൻ കണ്ടോ സന്യാസിമാർ ഇതിനോടൊപ്പം തന്നെ താമസിക്കുകയാണ്. ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി താമസിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ടൂറിസ്റ്റുകളോ ഒന്നുമില്ല. നിങ്ങൾക്ക് കാണാൻ നല്ല എംറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എല്ലാം ചെന്ന് കാണാനും എടുക്കാനും ഒക്കെ പറ്റും. ഇങ്ങനെ നമ്മളുടെ ഗാങ്ടോക്ക് സിറ്റി ടൂറിൻ്റെ അവസാന ഭാഗമായിട്ട് നമ്മളൊരു വൈൻഡപ്പ് എന്ന നിലയിൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന നമ്മുടെ സ്പോട്ടാണ് MG മാർഗ്. അതായത് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. നമ്മുടെ ലഡാക്ക് സീരീസിൽ നമ്മൾ ലേയിൽ വെച്ചൊരു സ്ട്രീറ്റ് പരിചയപ്പെട്ടില്ലേ, ലേ മാർക്കറ്റ്, അതുപോലൊരു മാർക്കറ്റാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ദേ ഇതാണ് ലൈറ്റുകളൊക്കെ വെച്ച് അലങ്കരിച്ച് മനോഹരമാക്കിയ സ്ട്രീറ്റ്. ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അതായത് എല്ലാവിധ ഐറ്റംസും കിട്ടും. ലിക്കറൊക്കെ ഫ്രീലി അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പുറത്ത് ബാറും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല കേട്ടോ, എല്ലാത്തിനും കത്തി വിലയാണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താ ഈ ഹെൽമെറ്റ് ഒക്കെ തൂക്കിക്കൊണ്ട് നടക്കുന്നതെന്ന്. അതായത് ഇവിടത്തേക്ക് വണ്ടികൾ അലൗട്ടഡ് അല്ല. നമ്മളുടെ ബൈക്കൊക്കെ അപ്പുറത്ത് പേ ആൻഡ് പാർക്ക് ഉണ്ട്. മണിക്കൂറിന് 20 രൂപയാണ്. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് വേണം ഇവിടേക്ക് വരാൻ. കണ്ടിട്ട് നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് പേരുണ്ട്.
അതായത് നൈറ്റ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട്. അതായത് കൂടുതലും ടൂറിസ്റ്റുകളാണുള്ളത്. അവക്ക് വീഡിയോയിലോട്ട് നോക്കാനുള്ള നേരം പോലും ഇല്ല. അവളിങ്ങനെ ലൈറ്റൊക്കെ കണ്ടിട്ട് ആ ലൈറ്റ്സിന്റെ ഒക്കെ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ മോമോസിന്റെ ബോർഡ് കണ്ടോണ്ട് മോമോസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അച്ഛനും മോളും. എവിടെയാടേ ബോർഡ് കണ്ടേ? ഇനി മോമോസ് ട്രൈ ചെയ്യട്ടെ. അങ്ങനെ മോമോസുമായിട്ട് ഞങ്ങളുടെ ആള് വന്നിട്ടുണ്ട്. ചാരല്ലേ മക്കളെ, അവിടെ കഴുക്കുണ്ട്. വേണ്ട, അപ്പയ്ക്ക് വേണോ? മോമോസൊക്കെ നമ്മളുടെ നോർമൽ രീതിയിലുള്ളതായിരുന്നു. വലിയ ഹൈപ്പിലൊന്നും പറയേണ്ടതൊന്നുമില്ല. പക്ഷേ ഈ സ്ട്രീറ്റ് സംഭവം പൊളിയാണ്. ഞങ്ങൾ ഞെട്ടിച്ചു. കാരണം ഞങ്ങൾ മോർണിംഗിൽ ഇതിൻ്റെ ചെറിയൊരു വ്യൂ കണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേന് സ്ട്രീറ്റ് ഭയങ്കര അട്രാക്റ്റീവായി. ആ ഒരു ടൈമിൽ കൂട്ടല്ല ഇപ്പം നല്ല റഷായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, വേർത്തായി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലേക്കാട്ടി ഒരുപക്ഷെ സുന്ദരം എന്നൊക്കെ പറയാൻ കണ്ട ഒരുപാട് ആളുകളുണ്ട്. ഫാമിലിയായിട്ടൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ MG മാർഗ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു സ്ട്രീറ്റാണ്. നമ്മുടെ ഷോപ്പിംഗ് സ്ട്രീറ്റ് പോലെ തന്നെ, പക്ഷേ എന്നാൽ കുറച്ച് കോസ്റ്റ്ലിയാണ്. നമ്മൾ വാങ്ങിച്ച മോമോസിനാണെങ്കിൽ 80 രൂപയായിരുന്നു. 6-7 പീസ് അല്ലേ, ഇത്രയും കണ്ടല്ലേ ഉള്ളായിരുന്നു. പക്ഷേ ഭയങ്കര രസമാണ്, ഭയങ്കര ആംബിയൻസ് ആണ്. നമ്മുടെ ലേ മാർക്കറ്റിലൊക്കെ പോയിരുന്ന പോലത്തെ ഒരു നൈറ്റ് ആംബിയൻസ് ഫീൽഡിലുമാണ്. നമ്മളിപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ഏതായിരുന്നു ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ നൈറ്റ് സ്ട്രീറ്റൊക്കെ ആരംഭിച്ചിട്ടുണ്ടല്ലോ. ഇതുപോലെ അടിപൊളിയാക്കി ഇട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കും തിരുവനന്തപുരത്തേക്ക് തന്നെ ആസ്വദിക്കാൻ പറ്റുമായിരിക്കും കുറേ കഴിയുമ്പോഴത്തേക്ക് നൈറ്റ് ലൈഫൊക്കെ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ റൈഡുണ്ട്. രാവിലെ പെല്ലിങ്ങിലോട്ട് പോകണം. അതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ എണീച്ച് പോകണം. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് പോവുകയാണ്. അതിൻ്റെ ഫ്രീ ആണ് അല്ലേ? അതെ, അയ്യ ക്ഷീണിച്ച്, നല്ലതുപോലെ അങ്ങ് ക്ഷീണിച്ച്. ഇനിയിപ്പോൾ റൂമിലേക്ക് പോകണം. കാരണം നാളെ വെളുപ്പിനെ എണ്ണീക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പെർമിറ്റ് പകുതി നാദിലയിലേക്കുള്ള പകുതി പെർമിറ്റ് കിട്ടി. ബാക്കി ഇനി മറ്റന്നാളിൽ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കളക്ട് ചെയ്യണം. അപ്പോൾ എന്നാൽ ഇന്നത്തെ വ്ളോഗ് ബൈ ബൈ.